ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നടത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയാണിത്. അനന്തപുരിയുടെ ദേശീയ ഉത്സവം എന്ന് ആറ്റുകാൽ പൊങ്കാല വിളിക്കപ്പെടുന്നു. ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട്. ഇന്ന് അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡ, യൂറോപ്പ്, ഓസ്ട്രേലിയ തുടങ്ങിയ മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത്. 1997 ഫെബ്രുവരി 23 നടന്ന പൊങ്കാലയിൽ 1.5 മില്യൺ സ്ത്രീകൾ പങ്കെടുത്തത് അടിസ്ഥാനമാക്കിയാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത്. 2009 പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് 25 ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു. മകരം, കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ 9ാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ഈ ദിവസം ആദിപരാശക്തിയായ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഭക്തർക്കുണ്ടാകും എന്നാണ് വിശ്വാസം. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാൽ അമ്മയുടെ തോറ്റംപാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യക കാളിരൂപം കൊണ്ട് തന്റെ ഭർത്താവിനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം ശിരസ് ശ്രീ മഹാദേവന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത്. പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിന് പരിസരങ്ങളായ തിരുവനന്തപുരം നഗരവും ജനനിബിഡമാകാറുണ്ട്. ക്ഷേത്ര പരിസരത്ത് നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും വരിവരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. ഇന്ന് ലോകത്തിന്റെ പല കോണുകളിലും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ മലയാളികൾ ഉള്ള ഇടങ്ങളിലും വീടുകളിലും മറ്റും ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ചടങ്ങ് എന്ന് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി. ആറ്റുകാലിൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ ചില സംശയങ്ങൾ നമുക്ക് തിരുമേനിയോട് ചോദിച്ചറിയാം. നമസ്കാരം തിരുമേനി. നമസ്കാരം. ആദ്യമായി ആറ്റുകാൽ പൊങ്കാല ഇടുന്നതിന് മുൻപ് എത്ര ദിവസം വ്രതം അനുഷ്ഠിക്കണം? ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് അവിടുത്തെ ഉത്സവം 10 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ ആ ഉത്സവത്തിന്റെ ആദ്യം മുതൽ കാപ്പിട്ട് തുടങ്ങുന്ന ആ ഉത്സവം മുതൽ തന്നെ വ്രതം തുടങ്ങുക. അതായത് 9 ദിവസം എങ്കിലും പൊങ്കാലയിടുന്ന ഭക്തജനങ്ങൾ വ്രതം എടുത്തിരിക്കണം. എങ്കിലേ അതിനുള്ള ഒരു ഐശ്വര്യവും ദേവിയുടെ അനുഗ്രഹവും ഭക്തജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 5 ദിവസം, ഏറ്റവും കുറഞ്ഞത് 3 ദിവസമെങ്കിലും വ്രതം എടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഭക്തജനങ്ങൾ പൊങ്കാലയിടുവാൻ പോകുവാൻ പാടുള്ളൂ. കൃത്യമായും 3 ദിവസം വ്രതമെടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രിച്ച് ദേവിയെ മാത്രം മനസ്സിൽ വിചാരിച്ച് ദേവിയുടെ നാമങ്ങൾ ജപിച്ച് പ്രാർത്ഥനയോടുകൂടി വ്രതമെടുത്ത് നമ്മൾ പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞാൽ സർവ്വ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും അഷ്ട ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. ആറ്റുകാൽ ദേവിയുടെ ആ ഒരു അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നവഗ്രഹ ദോഷങ്ങൾ, ആ ദോഷങ്ങൾ മാറുകയും കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു പുരോഗതിയിലോട്ട് എത്തി, നിങ്ങൾ എല്ലാ വർഷവും പൊങ്കാലയിട്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുകയും അതിൻ്റെ ഫലമായി മറ്റുള്ളവരിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ വിളിദോഷം, കമ്പേർ ദോഷം എന്നിങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം ദേവി തന്നെ മാറ്റിത്തരികയും സർവ്വ ഐശ്വര്യത്തോടു കൂടി ധാന്യ സമൃദ്ധിയോടുകൂടി നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് കൃത്യമായും 9 ദിവസത്തെ വ്രതം എടുത്ത് പൊങ്കാല അർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമം. ഏറ്റവും കുറഞ്ഞത് 3 ദിവസമെങ്കിലും വ്രതമെടുത്ത് വേണം നിങ്ങൾ പൊങ്കാല അർപ്പിക്കുവാനായി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അടുത്തതായി, പുലവാലായ്മയുള്ളവർ എത്ര ദിവസം കഴിഞ്ഞാണ് പൊങ്കാല ഇടാൻ അനുവദനീയം? പുലവാലായ്മ ഉള്ളവർ, അതായത് ഒരു മരണം നടന്നൊരു വീട്, ഒരു രക്തബന്ധത്തിൽ ആരെങ്കിലും മരിച്ചു എന്നുണ്ടെങ്കിൽ 16 ദിവസം, കൃത്യമായി 16 കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൊങ്കാല ഇടുവാനായിട്ട് നമുക്ക് പോകുവാൻ പാടുള്ളൂ. അതൊരു വാലായ്മയാണ് എന്നുണ്ടെങ്കിൽ 10 ദിവസം കഴിയണം. 11ാമത്തെ ദിവസം മാത്രമേ പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇനി അശുദ്ധിയുള്ള സ്ത്രീകളുള്ള വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ 7 ദിവസം കഴിയണം. 7 ദിവസം കഴിഞ്ഞതിന് ശേഷമേ പോകുവാൻ പാടുള്ളൂ.
അങ്ങനെ പോകണം അതായത് പൊങ്കാല അർപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ദിവസം, ഏറ്റവും കുറഞ്ഞത് 3 ദിവസത്തെ വ്രതമെങ്കിലും എടുക്കാം. അപ്പോൾ ഒരു പുല കഴിഞ്ഞു 16 കഴിഞ്ഞ് 3 ദിവസത്തെ വ്രതം എടുക്കുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ പൊങ്കാല അർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വാലായ്മയാണ്, അതൊരു 15 ദിവസം കഴിഞ്ഞു, വീണ്ടും ഒരു 3 ദിവസത്തെ വ്രതമെങ്കിലും എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം, വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം മാത്രമേ പൊങ്കാല ഇടുവാൻ പോകാൻ സാധിക്കുകയുള്ളൂ. ഈ സ്ത്രീകൾക്ക് മാസമുറയെല്ലാം കഴിഞ്ഞ് 7 ദിവസത്തിന് ശേഷം വീണ്ടും 3 ദിവസം വ്രതം എടുത്തിട്ട് അതിനുശേഷം അവർക്ക് പൊങ്കാല അർപ്പിക്കാം. എങ്കിൽ മാത്രമേ ഒരു ഭക്തിയോട് കൂടി ചെയ്യുവാൻ സാധിക്കും. നമുക്ക് 3 ദിവസം വ്രതം എടുക്കണം, ഈ ശുദ്ധിയും വീട്ടിലുണ്ടായിരിക്കണം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എത്ര മാസത്തിന് ശേഷം പൊങ്കാല ഇടാം? ഒരു സ്ത്രീക്ക് കുഞ്ഞ് ജനിച്ചു, അമ്മയ്ക്കും കുഞ്ഞിനും ക്ഷേത്രത്തിൽ കയറുവാൻ വേണ്ടി നമുക്ക് പറഞ്ഞിട്ടുള്ളത് 6 മാസമാണ്. 6-ാം മാസം ചോറൂണിന് മാത്രമേ അമ്മയ്ക്കും കുഞ്ഞിനും ക്ഷേത്രത്തിൽ കയറുവാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലയിടങ്ങളിലും അത് മാറി കാണുകയാണ്. 1 മാസം കഴിയുമ്പോൾ അമ്മ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. ചിലർ 3 മാസം കഴിയുമ്പോൾ പോയി പ്രാർത്ഥിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ അത് ശരിയുള്ള കാര്യമല്ല. കൃത്യമായ രീതിയിൽ നമുക്ക് ആ ക്ഷേത്ര ദർശനം പറഞ്ഞിട്ടുള്ളത് 6 മാസം ചോറൂണിനാണ് അമ്മയ്ക്കും കുഞ്ഞിനും ക്ഷേത്രത്തിൽ കയറുവാൻ പാടുള്ളൂ. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പൊങ്കാല ഇടുമ്പോഴും അതുപോലെ തന്നെയാണ്. കുഞ്ഞിന് ചോറ് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പൊങ്കാല ഇടുവാനായിട്ട് ആ കുഞ്ഞ് ജനിച്ച അമ്മയ്ക്ക് പോകാൻ സാധിക്കൂ. പൊങ്കാല ഇടാൻ പുതിയ മൺകലം നിർബന്ധമാണ്? തീർച്ചയായിട്ടും പുതിയ മൺകലം തന്നെ ആവശ്യമാണ്. ഒരിക്കൽ ഉപയോഗിച്ച ആ ഒരു കലമോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമോ നമ്മൾ പൊങ്കാല ഇടാൻ കഴിഞ്ഞ വർഷം എടുത്തു എന്നുണ്ടെങ്കിൽ അത് ഈ വർഷത്തേക്ക് എടുക്കുവാൻ പാടില്ല. പുതിയ മൺകലം അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന പാത്രം ഏതായാലും അത് പുതിയത് തന്നെ ആയിരിക്കണം. പൊങ്കാല ഇടുന്നവർ എപ്പോഴാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്? ക്ഷേത്രത്തിൽ ഒരു ഉത്സവം കൊടിയേറുന്ന സമയം, അതായത് കാപ്പുകെട്ട് തുടങ്ങി എന്ന സമയം, അത് 9 ദിവസത്തിന് മുമ്പായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിനുശേഷം ആ ഉത്സവം തുടങ്ങിയതിന് ശേഷം പൊങ്കാലയ്ക്ക് മുമ്പായി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പലർക്കും അങ്ങനെ എത്തിച്ചേരുവാൻ സാധിക്കില്ല. കാരണം ദൂര സ്ഥലത്ത് നിന്ന് പൊങ്കാല അന്ന് മാത്രമാണ് വരുന്നത്, പൊങ്കാല ഇടാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ദൈവീയ മനസ്സിൽ വിചാരിച്ച് വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമം തന്നെയായിരിക്കും. നമുക്ക് ക്ഷേത്ര പരിസരത്തുള്ളവർക്ക് വ്രതത്തോടനുബന്ധിച്ച് ഈ ഉത്സവത്തിന് മുമ്പായിട്ട് ഒരു ദിവസം പോയി ദേവിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യവും വന്നു ചെയ്യും. പൊങ്കാല ഇടാൻ ഏതെങ്കിലും പ്രത്യേക സ്ഥലമുണ്ടോ, അതോ വീട്ടിൽ പൊങ്കാല അർപ്പിക്കാം? വീടുകളിൽ പൊങ്കാല അർപ്പിക്കാം. എന്നിരുന്നാലും ക്ഷേത്ര പരിസരത്ത് നമ്മൾ ക്ഷേത്ര ട്രസ്റ്റ് പറഞ്ഞിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതായത് ക്ഷേത്രത്തിന്റെ ഒരു ചെറിയ കോമ്പൗണ്ടിന് പുറത്തായിട്ട് അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് പൊങ്കാല അർപ്പിക്കാവുന്നതാണ്. അതിനു പുറമെ നമ്മുടെ നാടിന്റെ പല സ്ഥലത്തും, അതായത് നമ്മുടെ ആ ഒരു തിരുവനന്തപുരം നഗരത്തിന്റെ എല്ലാ റോഡിന് 2 ഭാഗത്തിലുമായിട്ട് പൊങ്കാല അർപ്പിക്കുന്നു. അപ്പോൾ നമുക്കത് അർപ്പിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. വളരെ ശ്രദ്ധയോട് കൂടി ചെയ്യുന്നതായിരിക്കും ഏറെ ഉത്തമം. വീട്ടിലും നല്ല രീതിയിൽ വീടും പരിസരവും വൃത്തിയാക്കുകയും തീർത്ഥം വാങ്ങിച്ച് തളിക്കുകയും എല്ലാം ചെയ്തിട്ട് നമുക്കൊരു ഈശ്വര അനുഗ്രഹത്തോടുകൂടി വിളക്കെല്ലാം വെച്ച് വീട്ടുനടയിൽ പൊങ്കാല ഇടുന്നത് ഉത്തമം തന്നെയായിരിക്കും. പൊങ്കാല ഇടുന്ന സമയത്ത് ജപിക്കേണ്ട എന്തെങ്കിലും പ്രത്യേക മന്ത്രമുണ്ടോ? പൊങ്കാല അടുപ്പിൽ തീ പടരുന്നത് തൊട്ട് പൊങ്കാല നേദിക്കുന്നത് വരെ ദേവി നാമങ്ങൾ ജപിക്കുന്നതാണ്. ദേവിയുടെ നാമങ്ങൾ ജപിക്കുകയും അതിനോടൊപ്പം ലളിതാ സഹസ്രനാമം, ഏറ്റവും ഉത്തമം ലളിതാ സഹസ്രനാമം. നമ്മളിപ്പോൾ പൊങ്കാലെല്ലാം ഇട്ട് ഒരു മണിക്കൂറാകുമ്പോഴേക്കും എല്ലാം കഴിയും, നമ്മുടെ ജോലി കഴിയും. അപ്പോൾ എല്ലാവരും അതിനടുത്ത് തന്നെ ഇരുന്ന് ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ ദേവിയുടെ കീർത്തനങ്ങൾ പാടുക, അതുമല്ലെന്നുണ്ടെങ്കിൽ സർവമംഗളം വാങ്ങൽ അല്ലെങ്കിൽ അമ്മേ നാരായണ എന്നീ സ്തുതികളൊക്കെ പാടി നമുക്ക് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ല ഐശ്വര്യം ഉണ്ടാവും. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോഴേക്കും നമ്മളുടെ ആ ഭക്തി കുറച്ചും കൂടി ഉണരുകയും നല്ല രീതിയിൽ ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. പൊങ്കാല ഇടുന്നതിന് മുൻപ് മറ്റ് ക്ഷേത്രങ്ങളിൽ പോകാൻ പാടുണ്ട്? നമുക്ക് സാധാരണ നമ്മൾ പൊങ്കാല ഇടുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അടുപ്പിനടുത്ത് തന്നെ ഒരു വിളക്ക് വയ്ക്കുകയും അതിൽ പഴം, അവില്, മലര്, കർക്കണ്ട്, മുന്തിരി, ശർക്കര ഇതെല്ലാം വെച്ച് ഗണപതിക്ക് നേദിക്കുക. ചിലവർ ദേവിയെ തന്നെ മനസ്സിൽ വിചാരിച്ച് നേദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ
പൊങ്കാല ഇടുന്നതിന് മുമ്പായിട്ട് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നേരെ അമ്പലത്തിൽ പോകാൻ പാടില്ല. പൊങ്കാല നേദിച്ചതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ല, അതിന് മുമ്പായിട്ട് പോകാം. രാവിലെ വരുന്ന വഴിക്ക് നമ്മളിപ്പോൾ ഏതെങ്കിലും അമ്പലത്തിന്റെ പരിസരത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വന്ന് നമ്മൾ പൊങ്കാല ഇടുവാൻ വേണ്ടി വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ നേദിച്ചതിന് ശേഷം മാത്രമേ മറ്റമ്പലങ്ങളിൽ പോകാൻ പാടുള്ളൂ. പൊങ്കാല ഏത് ദിക്കിലേക്ക് തിളച്ചു തൂകുന്നതാണ് ശുഭകരം? എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് കിഴക്കോട്ടാണ് ഏറെ ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൊങ്കാല ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ ദിക്കിലേക്കും തിളച്ച് മറിയുമ്പോഴേക്കും നമുക്ക് ഓരോ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കിഴക്കോട്ട് തൂകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടകാര്യം, നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചിട്ടാണോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടാണോ ചെയ്യുന്നത് അത് നടക്കുവാൻ വളരെ സാധ്യത കൂടുതൽ എന്നാണ് പറയുന്നത്. കിഴക്കോട്ട് പൊങ്കാല തിളച്ച് തൂകുകയാണെന്നുണ്ടെങ്കിൽ. വടക്കോട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരല്പം തടസ്സം വരും. നമ്മൾ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച കാര്യത്തിന് ഒരല്പം തടസ്സം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പടിഞ്ഞാറോട്ടാണ് പൊങ്കാല തിളച്ച് ആദ്യമായി തൂകുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്പം താമസിച്ച അല്ലെങ്കിൽ അല്പം ലേറ്റ് ആയാലും കാര്യങ്ങളെല്ലാം വിജയത്തിലോട്ട് എത്തിച്ചേരും എന്നതാണ് പടിഞ്ഞാറോട്ട് തൂകുകയാണെന്നുണ്ടെങ്കിൽ. എന്നാൽ തെക്ക് ഭാഗത്തോട്ടാണ് പൊങ്കാല തിളച്ച് തൂകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന അത് കേട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ദുരിതങ്ങൾ മാറിയിട്ടില്ല, വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നതാണ്. നമ്മുടെ ദുരിതങ്ങൾ വീണ്ടും ബാക്കിയുണ്ട്, തീർന്നിട്ടില്ല, ദോഷങ്ങൾ ഇനിയുമുണ്ട്, പ്രാർത്ഥിക്കുക എന്നതാണ് അതിൻ്റെ സൂചകമായി കാണിക്കുന്നത്. കൂടാതെ നമ്മൾ ഈ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഈ തേങ്ങ തിരുമുക അല്ലെങ്കിൽ ശർക്കര അരിയുക, ഇതെല്ലാം ചെയ്യേണ്ടത് പലരും ഇപ്പോൾ കാണുന്നുണ്ട് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറായിക്കൊണ്ട് വരികയാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ അവിടെ വന്ന് അടുപ്പ് കൂട്ടി നമ്മൾ ഗണപതിക്ക് ഒരു വിളക്ക് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ അതിനടുത്തൊരു വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ ഈ തേങ്ങ ചുരുണ്ടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ശർക്കര അരിയുകയോ മറ്റ് പല നേദ്യങ്ങളും തയ്യാറാക്കാറുണ്ട്. ആ നേദ്യത്തിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കേണ്ടത് അവിടെ ഒരു വിളക്ക് വെച്ചതിന് ശേഷം മാത്രമാണ്. ആരും വീട്ടിൽ നിന്ന് ഇതുപോലെ എളുപ്പം എന്ന് കരുതി തേങ്ങ ചുരുട്ടി കൊണ്ടുവരാൻ അങ്ങനെയൊന്നും പാടില്ല. അവിടെ വന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പൊങ്കാല ഇടുന്നവർ ഭക്ഷണം കഴിക്കാമോ? ഭക്ഷണം അതായത് സാധാരണ പറയുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നേദിക്കുന്നത് വരെ വ്രതം എടുക്കണമെന്നാണ്. ആഹാരം കഴിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമുക്കൊരു ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളുണ്ട്. അപ്പോൾ പൊങ്കാല തിളച്ചതിന് ശേഷം നമുക്ക് ആഹാരം കഴിക്കാം, കുഴപ്പമില്ല. അത് നമ്മുടെ ആരോഗ്യത്തിന്റെ സ്ഥിതി അനുസരിച്ച് ചിലപ്പോൾ മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, കഴിക്കാം. എന്നാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അന്ന് ദിവസം നേദ്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജലപാനം പോലും കഴിക്കാറുള്ളൂ. അങ്ങനത്തെ ഒരുപാട് ഭക്തജനങ്ങളുണ്ട്, അവർക്ക് അതിൻ്റെതായ ഐശ്വര്യം ഉണ്ടാകും. അതുമല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ലഘുവായിട്ട് എന്തെങ്കിലും ഒരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് വന്ന് പൊങ്കാല അർപ്പിച്ചതിന് ശേഷം നേദ്യം കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ആഹാരം കഴിക്കാം. അതിനും സാധിക്കാത്തവർക്ക് പൊങ്കാല തിളച്ച് അതിന് എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം പോയി ആഹാരം കഴിക്കുന്നതിലും തെറ്റില്ല. പൊങ്കാല നേദ്യം എന്താണ് ചെയ്യേണ്ടത്? പൊങ്കാല നേദ്യം എല്ലാവർക്കും കഴിക്കുവാൻ കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിച്ചമുണ്ടെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പ്രസാദമായി തന്നെ നൽകണം. ഒരിക്കലും അതിനെ കളയുവാനോ അല്ലെങ്കിൽ അത് വേസ്റ്റിലോട്ട് വലിച്ചെറിയുവാനോ പാടില്ല. മാക്സിമം നമ്മൾ എല്ലാവർക്കും പ്രസാദമായി കൊടുക്കുക. അതിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൽ ഇതിനെ കളയുക എന്നതാണ്. അതായത് നമ്മൾ സാധാരണ വേസ്റ്റ് കളയുന്നത് പോലെ മറ്റിടത്തും കൊണ്ടൊന്നും കളയാൻ പാടില്ല. ഏതൊക്കെ വഴിപാട് പൊങ്കാലയുടെ ഒപ്പം സമർപ്പിക്കാം? നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള എന്ത് വഴിപാട് വേണമെങ്കിലും ദേവിക്ക് അർപ്പിക്കാം. അത്രയ്ക്കും ഉത്തമം തന്നെയായിരിക്കും. നമ്മൾ മനസ്സിലാഗ്രഹിക്കും, ഓരോരുത്തർ ഓരോ വഴിപാടുകളാണ് മനസ്സിലാഗ്രഹിക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെയും അല്ലെങ്കിൽ ആറ്റുകാൽ അമ്മയുടെയും ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിരസ്സിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ എന്തെങ്കിലും മാരക അസുഖങ്ങളുണ്ടെങ്കിൽ മണ്ടക്കുട്ടി എന്നൊരു നേദ്യമുണ്ട്. അതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നേദിക്കാം. അതിനോടൊപ്പം തന്നെ വെള്ള നേദ്യം, പാൽപ്പായസം, ശർക്കര പായസം, തിരളി എന്നിങ്ങനെ എന്ത് നേദ്യം വേണമെങ്കിലും അതിനോടൊപ്പം നേദിക്കാം. എത്ര നേദിച്ചാലും ദേവി നമ്മുടെ കൂടെ ഉണ്ടാകുകയും ഐശ്വര്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും. പുതിയ വസ്ത്രം ധരിച്ചാണോ പൊങ്കാലയുടെ? തീർച്ചയായിട്ടും പുതിയ വസ്ത്രം തന്നെ ധരിക്കുക. അതും കോട്ടൺ വസ്ത്രമേ ധരിക്കുവാൻ പാടുള്ളൂ. പുതിയ വസ്ത്രം ധരിച്ച് പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. അതിനെ സാധിക്കാത്തവർ നല്ല രീതിയിൽ അലക്കി വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രം ധരിച്ചുകൊണ്ട് പൊങ്കാല അർപ്പിക്കാവുന്നതാണ്. ഏത് മതക്കാർക്കും പൊങ്കാല ഇടാം? ആർക്ക് വേണമെങ്കിലും ഇടാം. കാരണം
ജാതി മത ലിംഗഭേദമെന്നെ ആർക്ക് വേണമെങ്കിലും പൊങ്കാല അർപ്പിക്കാവുന്നതാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പുരുഷന്മാർ പൊങ്കാല ഇടുന്നില്ല. അത് അവരുടെ സൗകര്യം കൊണ്ടും അല്ലെങ്കിൽ ഇത്രയും സ്ത്രീകൾ തിങ്ങി തിരിങ്ങി നിൽക്കുന്നത് കൊണ്ടുമാണ് സാധിക്കാത്തത്. ആദ്യ കാലഘട്ടങ്ങളിൽ പുരുഷന്മാർ പോലും പൊങ്കാല ഇട്ടിരുന്നു. അതുകൊണ്ട് ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഏത് രീതിയിലുള്ള ആൾക്കാർക്ക് വന്ന് പൊങ്കാല അർപ്പിക്കാം, ദേവിയോട് പ്രാർത്ഥിക്കാം. ദേവിക്ക് അങ്ങനെ ഭക്തർ ഇന്ന ആളാണ് എന്നൊരു വേർതിരിവില്ല. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അമ്മ അനുഗ്രഹം നൽകുന്നത്. പൊങ്കാല പാത്രങ്ങൾ പിന്നീട് ഉപയോഗിക്കാം. അതിന് പ്രത്യേകതയുണ്ട്. പൊങ്കാല നമുക്ക് ദേവിക്ക് നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രയ്ക്കും നല്ല രീതിയിൽ നമുക്ക് ആർക്കും പറ്റാത്തൊരു കാര്യമാണ് ദേവിക്ക് ഒരു നേദ്യം വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മളത് ഭക്തിപൂർവ്വം ചെയ്തു കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ അത്രയ്ക്കും പുണ്യമുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക. വീട്ടിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ നിത്യവും അരി എടുക്കുന്നതിൽ നിന്നും കുറച്ച് അരി ആ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ആ കലത്തിലേക്ക് തട്ടി വെച്ചതിന് ശേഷം നിത്യവും എല്ലാ ദിവസവും അരി എടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു പിടി അരി എടുത്ത് നമ്മളുടെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ നിന്നും ഒരു പിടി അരി എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അക്ഷയപാത്രം പോലെ നമുക്ക് ഒരു ധനവും ധാന്യവും ഐശ്വര്യവും അതിൽ നിന്നും വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും അന്നത്തിനൊരു മുട്ട് വരികയില്ല. അത്രയ്ക്കും ഐശ്വര്യം ഉണ്ടാവും. പൊങ്കാല ഇടുന്ന കലത്തിൽ അരി ഇട്ടതിന് ശേഷം അതിൽ നിന്നും ഒരു പിടി അരി എടുത്ത് എല്ലാ ദിവസവും നമ്മൾ പാചകം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ പൊങ്കാല അർപ്പിക്കാം. വീടും പരിസരവും വളരെ വൃത്തിയായി അതിനെ വൃത്തിയാക്കിയതിന് ശേഷം അമ്പലത്തിൽ നിന്ന് തീർത്ഥം വാങ്ങിച്ച് തളിച്ച് അവിടെ അതായത് നമ്മുടെ പഴയ വീടൊക്കെ ആണെങ്കിൽ ചാണകമൊക്കെ മുഴുകിയെന്ന് പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും പറ്റില്ല. അതുകൊണ്ട് അമ്പലം തീർത്ഥമൊക്കെ വാങ്ങിച്ച് തളിച്ച് വൃത്തിയാക്കിയതിന് ശേഷം കോലം വരയ്ക്കണമെന്ന് കോലമൊക്കെ വരച്ച് അടുപ്പെല്ലാം കൂട്ടി നല്ല രീതിയിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച്, കാരണം ഇന്ന് ദേവിയുടെ സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. മാത്രമല്ല ഇവിടെ ആദ്യം പറയുകയുണ്ടായി പുറം രാജ്യങ്ങളിൽ പോലും പൊങ്കാല അർപ്പിക്കുന്നുവെന്ന്. അപ്പോൾ ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പൊങ്കാല അർപ്പിക്കാം. പല പല അമ്പലങ്ങളിൽ ഇപ്പോൾ പൊങ്കാല അർപ്പിക്കും. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആറ്റുകാൽ ദേവിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ രൂപമൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം അവിടെ പൂജ ചെയ്ത് അതേ സമയത്ത് അവിടെ അടുപ്പ് കത്തിക്കുകയും നീതിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് നമ്മുടെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വീട്ടിലോ നമ്മുടെ ഓഫീസുകളിലോ എവിടെ വേണമെങ്കിലും പൊങ്കാല അർപ്പിക്കാം. മനസ്സിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായി ആ ഓഫീസാണെങ്കിൽ അവിടെ ഐശ്വര്യം ഉണ്ടാവും, നമ്മുടെ വീടാണെങ്കിൽ അവിടെയും ഐശ്വര്യം ഉണ്ടാവും. വീട്ടിൽ അശുദ്ധി ഉള്ളവരുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും പൊങ്കാല ഇടാൻ സാധിക്കില്ല. അങ്ങനെ ആ വീട്ടിൽ നിന്നും ഒരാൾക്ക് പോയി പൊങ്കാല ഇടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് വ്രതം എടുക്കണം. ഏറ്റവും കുറഞ്ഞൊരു 3 ദിവസമെങ്കിലും വ്രതം എടുക്കണം. അപ്പോൾ ഈ വ്രതം എടുക്കുന്ന സമയത്ത് ഈ കൂടെ താമസിക്കുന്ന വ്യക്തികൾ, ഇപ്പോൾ അമ്മയാകാം അല്ലെങ്കിൽ സഹോദരിയാകാം മകളാകാം ആരുമാകട്ടെ, അപ്പോൾ അറിയാതെ തന്നെ അവരുമായി തൊടുകയും അവരുടെ അടുത്തേക്ക് ഇരിക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെ അവസരങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് നിർബന്ധമായി പൊങ്കാല ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ 3 ദിവസം മറ്റാരുടെയും വീട്ടിലോട്ട് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തി ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യുക. ശുദ്ധമായ സ്ഥലത്തിൽ നിന്ന് 3 ദിവസമെങ്കിലും വ്രതം എടുത്തിട്ട് പൊങ്കാല ഇടുന്നത് ഏറെ ഉത്തമമായിരിക്കും. വീട്ടിൽ പൊങ്കാല ഇടുന്ന വ്യക്തികൾ ആണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആർക്കെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ ഇടാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എത്ര തന്നെ നമ്മൾ നോക്കിയാലും അവിടെ എന്തായാലും ഒരു അശുദ്ധി ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മളുടെ മനസ്സിൽ ഉള്ളതുപോലെ നമ്മൾ അറിയാവുന്നതുപോലെ ശുദ്ധമായ രീതിയിൽ ഇരുന്നിട്ട് ചെയ്യുന്നത് നല്ലതാണ്. പ്രേക്ഷകരോട് പൊങ്കാല ഇടുന്ന സമയം നിർബന്ധമായി പാലിക്കേണ്ട ചില കാര്യങ്ങൾ. ആറ്റുകാൽ പൊങ്കാല ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒത്തുചേരുന്ന ഉത്സവമാണ്. അതിനാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില മുൻകരുതലുകൾ എടുത്താൽ ഈ അപകടങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അന്തരീക്ഷ താപനില വളരെ കൂടുതലായതിനാൽ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക. സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് പൊങ്കാലയ്ക്ക് എത്തുന്നത് കഴിവതും ഒഴിവാക്കുക. കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. ഭക്ഷണവും കുടിവെള്ളവും പ്ലാസ്റ്റിക് വസ്തുക്കളിൽ വിതരണം ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർ സ്റ്റീൽ പ്ലേറ്റും കപ്പും കയ്യിൽ കരുതണം. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ തൊപ്പി, തുണി എന്നിവ കൊണ്ട് തല മറയ്ക്കണം. ശുദ്ധജലമോ തിളപ്പിച്ചാറ്റിയ വെള്ളമോ മാത്രം കുടിക്കുക. തണ്ണിമത്തൻ പോലെ ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ഉത്തമമാണ്. പൊള്ളലേറ്റാൽ ആ ഭാഗം വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കുക. പൊങ്കാലയ്ക്ക് ശേഷം വെള്ളം ഉപയോഗിച്ച് അടുപ്പിലെ തീ കെടുത്തുക. മാലിന്യങ്ങൾ നിർദ്ദിഷ്ടമായ സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക. സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ കഴിക്കണം. കഴിക്കുന്ന മരുന്നുകളുടെ വിവരങ്ങൾ കയ്യിൽ കരുതുക. കുട്ടികളെ പൊങ്കാലയിൽ പങ്കെടുപ്പിക്കുന്നത് പരമാവധി ഒഴിവാക്കുക.
അത്യാവശ്യ സന്ദർഭങ്ങളിൽ കുട്ടികളെ കൊണ്ടുവരുന്നവർ അടുപ്പിന് സമീപത്ത് അവർ എത്തുന്നില്ലെന്ന് ഉറപ്പാക്കുക. നിവേദ്യം കഴിയാതെ പൊങ്കാല അടുപ്പിൽ നിന്ന് നീക്കരുത്. എല്ലാ ഭാഗത്തേക്കും സർവീസ് ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ നിവേദ്യം കഴിഞ്ഞ ശേഷം റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും തിക്കിത്തിരക്കരുത്. വൈദ്യുതി പോസ്റ്റിന് താഴെയും പെട്രോൾ പമ്പുകളുടെ പരിസരത്തും പൊങ്കാല ഇടുന്നത് കർശനമായും ഒഴിവാക്കുക. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ദേവനന്ദയാണ്. അപ്പോൾ ദേവനന്ദ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ വലിയൊരു സിംഗറാണ്, കലാതിലകമാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് ദേവിയുടെ സർവമംഗളമാനിലെ ശ്ലോകം, അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആരംഭിക്കുന്നതായിരിക്കും. സർവമംഗള